പുത്രനാകട്ടെ എക്കാലവും വസിക്കും. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണെന്ന് അറിയിക്കാൻ എന്നിട്ടും നിങ്ങളെ കൊല്ലാൻ ആലോചിക്കുന്നു. ചില മക്കളെ ഇതിൽ പറഞ്ഞ പോലെ കൊല്ലാൻ അമ്മയെയും ഓട്ടിച്ചിട്ട് അടിച്ച ദിവസം. ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. കേന്ദ്രത്തിൽ ഇന്നെല്ലാം അതിൻ്റെ ഒരുക്കങ്ങൾ. അവർക്കെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കൾക്കും, കേന്ദ്രത്തിലെല്ലാവർക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല പ്രവർത്തികൾ അവരിൽ കൂടി നടക്കുവാനും യുദ്ധം നടക്കുന്നിടത്ത് അവർക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിൽ കൂടി അവർക്കെല്ലാം നേരിടുവാനും എല്ലാ ശക്തിയും അമ്മ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ശാന്തി സമാധാനവും കൊടുക്കണം. എല്ലാവരും ഒരു ജോലി, ചെറിയ ജോലി ചെയ്യണവർ തൊട്ട് വലിയ ജോലി ചെയ്യണവർ എല്ലാവർക്കും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം നേർന്നു കൊള്ളുന്നു. സമാധാനവും സന്തോഷവും ദൈവമായ സ്നേഹം, നമ്മളെ സ്നേഹമാണ് മക്കളെ ദൈവം. അപ്പോൾ ആ വചനം ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്കെല്ലാം കൊടുക്കാം. വൈദികർക്ക് 1-ാം സ്ഥാനം കൊടുക്കാം, സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുക്കാം. എല്ലാവരെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ പാതയിൽ ഞാൻ റിപ്പബ്ലിക് ദിനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേർന്നു കൊള്ളുന്നു മക്കളെ. നമ്മളെ ഇവിടുത്തെ എല്ലാ മക്കൾക്കും, ഇവിടെ എൻ്റെ സ്വരം കേൾക്കണ ഗൾഫ് തൊട്ട് എല്ലാ മക്കൾക്കും ഈ റിപ്പബ്ലിക് ദിന ആശംസകൾ അമ്മ നേർന്നു കൊള്ളുകയാണ്. എൻ്റെ ചില മക്കൾക്കെല്ലാം അമ്മ പ്രാർത്ഥിക്കുകയാണെന്ന്. ചില മക്കളെ ഈ വചനത്തിൽ ഉടന്നതുപോലെ അമ്മയെ പാവപ്പെട്ടവൻ്റെ അമ്മയായപ്പോൾ എന്ത് ചെയ്തു? ഓട്ടിച്ചിട്ട് അടിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ പാവപ്പെട്ട ഓരോ വ്യക്തികൾ, അതിൻ്റെ അവഹേളനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ മക്കൾ, അവർക്കെല്ലാം പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയും ബലവും എല്ലാം കൊടുക്കണേ. എൻ്റെ ചില ദൈവമേ, കണ്ണീരോടെ ഇരിക്കണം മക്കളെ എല്ലാം ഈ കണ്ണീര് തുടയ്ക്കണം. സമാധാനം സന്തോഷം കൊടുക്കണം. സ്നേഹമായ വചനം സ്നേഹമാണ്. അത് വീട്ടിൽ ഭവനത്തിൽ മക്കൾക്കെല്ലാം കൊടുക്കുവാനും ഇനി വരുന്ന തലമുറകളെല്ലാം നല്ല മക്കളായി വളരുവാനും അവർക്ക് സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയുവാനുള്ള അനുഗ്രഹങ്ങളെല്ലാം മക്കൾക്കും കൊടുക്കണം. പഠിക്കാനുള്ള മക്കൾ, ജോലിയിലായിരിക്കുന്ന മക്കൾ, ഗവൺമെൻറ് ജോലി, എല്ലാ ജോലി അതിന് പാടുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. എൻ്റെ ചെല്ല മക്കളെല്ലാം പാവപ്പെട്ട അമ്മയ്ക്ക് കരുണയുടെ സഹായം ചെയ്യണം. വൈദ്യർക്ക് 1-ാം സ്ഥാനം അമ്മയ്ക്ക് നേടി വാങ്ങിച്ച് കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് കരുണയുടെ സഹായം ചെയ്യണം, അമ്മയ്ക്ക് തരണം. എല്ലാ മക്കളും തരണം. ജാതിയും മതവും ഒന്നും നോക്കണ്ട. എല്ലാ മക്കളും ഈ സ്വരം കേൾക്കണം. എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എല്ലാ മക്കളും ശരീരത്തിൽ ഓടുന്ന ചോരയും ഒന്നാണ് മക്കളെ. എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് എല്ലാ മക്കളും സന്തോഷമായും സമാധാനമായും ഇരിക്കേണ്ടതുണ്ട്. യുദ്ധം നടക്കുന്നിടത്തെല്ലാം വീഴുന്ന മക്കളെല്ലാം നമ്മളെ മക്കളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനത്തിൻ്റെ രീതിയിൽ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുവാനും എല്ലാവർക്കും ശാന്തി സമാധാനം കിട്ടുവാനും ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹമായ കുടുംബം, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളത് കൊണ്ടുവരുവാനും നിങ്ങളെല്ലാം പ്രാവർത്തികമാക്കി അതിൽ സന്തോഷമായി ജീവിക്കുവാനും നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അമ്മ നേർന്നു കൊള്ളുകയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അമ്മ വയ്ക്കുകയാണ്.